പശ്ചിമേഷ്യൻ പ്രതിസന്ധി ആഗോളതലത്തിൽ ഇന്ധനക്ഷാമം ഉണ്ടാക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ബദൽ മാർഗങ്ങൾ ജനങ്ങൾ തേടുകയാണ്. ഹോട്ടലുകളെല്ലാം അടച്ചുപൂട്ടി. ഹോട്ടലുകൾ മാത്രമല്ല, മെസ്സുകൾ, ഹോസ്റ്റലുകൾ, പേയിങ് ഗസ്റ്റ് സൗകര്യങ്ങളെല്ലാം അവതാളത്തിലാണ്. വീട് വിട്ട് മാറി നിൽക്കുന്നവരെല്ലാം ഒരു നേരത്തെ ഭക്ഷണത്തിനായി നെട്ടോട്ടം ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. യുദ്ധം വീടുകളിലെ അടുക്കള വരെ എത്തിയിരിക്കുന്നു എന്നതാണ് നടക്കുന്ന കാര്യം. പാചകവാതക ക്ഷാമം ഇങ്ങനെ തുടർന്നാൽ ജീവിതം വഴിമുട്ടുമോ എന്നുള്ളതാണ് നമ്മൾ ജനങ്ങളോട് ചോദിക്കുന്നത്. ജനങ്ങൾക്ക് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? പ്രതിസന്ധി എത്രമാത്രമുണ്ട് എന്ന് പറയട്ടെ. കോഴിക്കോട് നിന്നും ആകാശ് ചോദിക്കുന്നുണ്ട്. അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം. യുദ്ധം പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ വലിയ രീതിയിൽ ബാധിച്ചപ്പോൾ രാജ്യത്തും വലിയ രീതിയിലുള്ള തിരിച്ചടി നേരിടുകയാണ്. പാചകവാതകം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലാണ്. ഹോട്ടലുടമകളും വീടുകളിലെ അടുക്കളയും അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലോ? പൊതുജനങ്ങളുടെ അഭിപ്രായം ചോദിക്കാം. സിലിണ്ടർ രൂക്ഷമായ പ്രതിസന്ധിയാണ്. ഇന്നിപ്പോൾ ഞങ്ങൾ രാവിലെ നഗരത്തിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി 3-4 ഹോട്ടലിൽ പോയി നോക്കി. ഇപ്പോൾ ചോറില്ല എന്നുള്ള ബോർഡാണ് വെച്ചിരിക്കുന്നത്. അപ്പം പ്രതിസന്ധി തന്നെയാണ്. നഗരത്തിൽ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇതില്ലാത്തതുകൊണ്ട് പൂട്ടേണ്ട ഗതികേടാണ്. പിന്നെ വീട്ടിലാണെങ്കിൽ ഇല്ല, ഇവർക്ക് എത്തിക്കുകയാണ്. അടച്ചുവിടുന്ന അവസ്ഥയിലാണ്. വളരെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിൽ എല്ലാ സ്ഥാപനങ്ങളും പൂട്ടേണ്ടി വരും. അത്രയും വീട്ടിലെ അവസ്ഥയൊക്കെ വളരെ മോശമാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടുണ്ട്. ഹോട്ടലിൽ പുറത്തേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒന്നുമില്ല. മൊത്തത്തിൽ നമ്മുടെ കടകളൊക്കെ അടഞ്ഞു കിടക്കുകയാണല്ലോ. കുറേ കടകൾ, ഹോട്ടലൊക്കെ പൂട്ടി, വാണിജ്യ വ്യവസായങ്ങളൊന്നും കിട്ടുന്നില്ല, ഗ്യാസ് കിട്ടാനില്ല. പ്രശ്നങ്ങളാണ്. മൊത്തം പ്രശ്നമാണ്. എല്ലാവർക്കും ബാധിച്ചിട്ടുണ്ട്. എണ്ണയുടെ ഒക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ടല്ലോ. ഇപ്പം ഗ്യാസ് തീരെയില്ല. ഗാർഹിക ആവശ്യങ്ങളൊക്കെ എല്ലാവരും ചുരുക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ സ്വയം പഴയതിലേക്ക് പോകേണ്ടി വരും. നമ്മളെ പൂർവികന്മാരെങ്ങനെയാണോ ജീവിച്ചത് ആ ഒരു അവസ്ഥയിലേക്ക് ചിലപ്പോൾ പോകേണ്ടി വന്നേക്കാം. എന്ന് യുദ്ധം എത്രയും പെട്ടെന്ന് തീരുന്നോ അത്രയും നമുക്ക് കൂടുതൽ നമുക്ക് ഈ സംഭരാവസ്ഥ നേടുന്നുള്ളതാണ് കാണുന്നത്. എന്ത് പ്രതിസന്ധിയായിട്ടും എന്താ കാര്യം? ഇപ്പം അതിന് പരിഹാര മാർഗമൊന്നും ഇല്ലല്ലോ. സർക്കാരിന് കരുതൽശേഖരങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ ഇവിടെ. ഏത് ഗവൺമെന്റിനും ഒരു ബഫർ സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ. അവസാന നിമിഷം ഇപ്പം നോക്കുമ്പോൾ ഇല്ലയെന്നാണ് പറയുന്നത്. എന്ത് ചെയ്യാനപ്പം നമ്മൾ വണ്ടീനെക്കാട്ടും കൂടുതൽ ഇപ്പം വീടുകളിലെ ഹോട്ടലുകൾ, ഇതിന് യാതൊരുവിധ പ്രശ്നപരിഹാരം ഇപ്പം തൽക്കാലം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അടച്ചുപൂട്ടുന്ന അവസ്ഥ 100% വളരെ അതിലാണ്. ഹോട്ടലൊക്കെ പൂട്ടി പോകണം. ഞങ്ങളിവിടെ തന്നെ ബീച്ചിൽ ഒരു 8 കട പൂട്ടിയുണ്ട്. അത് പ്രശ്നമാവും. കുറച്ച് സമയം പിടിച്ചാൽ പ്രശ്നമാവും. ഇപ്പൊ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഗ്യാസ് ഉണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോ പാചകവാതക സിലിണ്ടറുകളുടെ ലഭ്യത കുറയുന്നത് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് മലയാളികൾക്കും ഇന്ത്യക്കുമാകുന്നത്. എന്നാൽ പോലും ഇത് മറികടക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് പൊതുജനങ്ങൾ. കോഴിക്കോട് നിന്നും ആകാശ് തടത്തിൽ, ന്യൂസ് മലയാളം.